അടിമാലി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാടശേഖരമായിരുന്ന കൊരങ്ങാട്ടിയെ വീണ്ടും കാർഷിക സമൃദ്ധിയുടെ നാളുകളിലേക്ക് തിരികെ എത്തിക്കാൻ ലക്ഷ്യമിട്ടുള്ള ജലസേചന പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം നടന്നു. അഡ്വക്കേറ്റ് എ രാജ MLA പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പദ്ധതിയുടെ ഭാഗമായുള്ള നവീകരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 1,98 ലക്ഷം രൂപ ജലസേചന വകുപ്പിന് അനുവദിച്ചിട്ടുണ്ട്. കൊരങ്ങാട്ടി പാടശേഖരത്തിലെ കർഷകർ നിലവിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ചും മലയോര ടൂറിസം സാധ്യതകൾ പ്രയോജനപ്പെടുത്തിയും കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടം ഉറപ്പാക്കിയുമാണ് കൊരങ്ങാട്ടി വീണ്ടും കൃഷിയിലേക്ക് പദ്ധതി നടപ്പിലാക്കുന്നത്. ജലസേചന വകുപ്പ്, കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, അടിമാലി ഗ്രാമപഞ്ചായത്ത്, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, വനം വന്യജീവി വകുപ്പ്, പട്ടികജാതി പട്ടികവർഗ പിന്നോക്കക്ഷേമ വകുപ്പ് എന്നിവ സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ഈ പദ്ധതിയുടെ പ്രാരംഭഘട്ടമായ ജലസേചന പദ്ധതിയുടെ നിർമ്മാണ ഉദ്ഘാടനം അഡ്വക്കേറ്റ് എ രാജ MLA നിർവഹിച്ചു. ഈ കൊരങ്ങാട്ടി പ്രദേശത്തുള്ള മുഴുവൻ ആളുകളും ഈ പരിപാടി വിജയത്തിന് വേണ്ടിയിട്ടുള്ള വലിയൊരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. കഴിഞ്ഞ ദിവസം യോഗമൊക്കെ ചേർന്ന സമയത്ത് അതിൻ്റെ ഇറിഗേഷൻ വകുപ്പ് മന്ത്രി നേരിട്ട് എത്തിയാണ് ഈ പദ്ധതിക്ക് ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഏറെ ആകാംക്ഷയോടുകൂടിയാണ് ഈ പ്രദേശത്തുള്ള ആളുകളെല്ലാം അതിനെ നോക്കിക്കണ്ടെത്തുന്നത്. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സോമൻ ചെല്ലപ്പൻ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, ഉദ്യോഗസ്ഥ പ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പദ്ധതിയുടെ പ്രാരംഭഘട്ടമായ കൊരങ്ങാട്ടി തടയണയുടെയും കനാലുകളുടെയും കൊരങ്ങാട്ടി നെല്ലിപ്പാറ തോടിന്റെയും അതോടൊപ്പമുള്ള കലുങ്കുകളുടെയും നവീകരണ പ്രവർത്തനങ്ങൾക്കായി സംസ്ഥാന സർക്കാർ 1,98 ലക്ഷം രൂപ ജലസേചന വകുപ്പിന് അനുവദിച്ചിട്ടുണ്ട്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി കുട്ടികളും മാറുന്ന പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ സെമിനാറും നടത്തി. മീഡിയ ടുഡേ ന്യൂസ്, അടിമാലി. എല്ലായിടത്തും വൈഫൈ, എല്ലാത്തും ഇന്റർനെറ്റായേ, നാട് മുഴുവൻ ഡിജിറ്റൽ. നാട്ടാരെല്ലാം ബ്രൗസിംഗിലാണ്. എന്നാ സ്പീഡാ കേരള വിഷൻ. എല്ലാവർക്കും ഇന്റർനെറ്റാ, എല്ലായിടത്തും നെറ്റാ. കേരള വിഷൻ നവകേരള പ്ലാൻ വെറും 199 രൂപയ്ക്ക്.